നമസ്തേ. നമ്മൾ ഇന്ന് ചിങ്ങമാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. ചിങ്ങമാസം എന്ന് പറഞ്ഞാൽ 2024 ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 16 വരെയുള്ള സമയം. ചൊവ്വയ്ക്കും ബുധനും ശുക്രനൊക്കെ രാശിമാറ്റം ഉള്ള ഒരു സമയമാണ്. ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ കാര്യം. ഈ ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 16 വരെയുള്ള ചിങ്ങമാസത്തെ ഫലങ്ങൾ. മേടക്കൂറ് എന്ന് പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം. ആരോഗ്യകാര്യത്തിൽ ചെറിയ ഒരു അനുകൂലതയൊക്കെ ഉണ്ടാവും. തൊഴിൽ രംഗത്താണെങ്കിൽ അവിചാരിതമായ ചില സ്ഥാനചലനങ്ങൾ പ്രതീക്ഷിക്കണം. ഉന്നതമായ സ്ഥാനങ്ങളും നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് എങ്കിലും അവിചാരിതമായ ചില സ്ഥാനചലനങ്ങൾ പ്രതീക്ഷിക്കുക. ശത്രുക്കൾ മൂലമുള്ള പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും. നല്ല സുഹൃത്തുക്കളെ കിട്ടും. നഷ്ടപ്പെട്ടെന്ന് കരുതിയ ചില സുഹൃത്തുക്കളെയൊക്കെ തിരികെ കിട്ടുന്ന സമയമാണ്. ധനപരമായ കാര്യങ്ങൾ നടന്ന് കിട്ടും എങ്കിലും ചില പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. അലസത കൂടുന്ന സമയമാണ്. അത് തൊഴിൽ രംഗത്തെ ബാധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വീടുമായി ബന്ധപ്പെട്ട് ചില അറ്റകുറ്റപ്പണികളൊക്കെ നടക്കാം, അല്ലെങ്കിൽ വീട്ടിൽ ചില ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങാം. അങ്ങനെയൊക്കെയുള്ള സമയമാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. നല്ല കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നേടാൻ കഴിയുന്ന സമയമാണ്. പൊതുവെ കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ മേടക്കൂറുകാർക്കുണ്ടാവും. മാതാപിതാക്കളും അനുകൂലമായിരിക്കും. എങ്കിലും മക്കളിൽ നിന്ന് ചില മനോവിഷമങ്ങളും അനുഭവിക്കാൻ സാധ്യതയുള്ള സമയമായതിനാൽ നമ്മളിൽ നിന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വാക്ക് പ്രവൃത്തിയൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. അടുത്ത ഇടവക്കൂറുകാരുടെ കാര്യം. ചിങ്ങമാസത്തെ ഫലം ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 16 വരെയുള്ള സമയമാണ് ചിങ്ങമാസം. കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകീരത്തിൻ്റെ ആദ്യ പകുതിയാണ് ഇടവക്കൂറ്. വീടുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണങ്ങളൊക്കെ നടത്താൻ പറ്റിയ സമയമാണ്. തൊഴിൽ രംഗത്ത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ അശ്രദ്ധ മൂലം ചില പിഴവുകൾ നിങ്ങൾക്ക് നേടാൻ കഴിയുന്ന അംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെടുത്താൻ സാധിക്കുന്ന സമയമായതിനാൽ കാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. സാമ്പത്തികമായിട്ട് ചില പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന സമയമാണ്. ആരോഗ്യകാര്യമാണെങ്കിൽ അനുകൂലമല്ല, വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. എങ്കിലും ബന്ധുക്കളുടെ, സുഹൃത്തുക്കളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ ലഭിക്കാവുന്ന സമയമാണ്. വിദ്യാർത്ഥികൾക്ക് മേന്മയുള്ള സമയമാണ്. ഉയർന്ന രീതിയിലുള്ള സാമ്പത്തിക പഠനത്തിന് അവസരങ്ങൾ ലഭിക്കാവുന്ന സമയമാണ്. എപ്പോഴും ഒരു ഉത്കണ്ഠ, എന്ത് കാര്യം ചെയ്യുമ്പോഴും മനസ്സിലൊരു ഉത്കണ്ഠ ഇടവക്കൂറുകാർക്ക് ഉണ്ടാവും. യാത്രകളിൽ വളരെയധികം ശ്രദ്ധിക്കുക. യാത്രകളിൽ താല്പര്യം കൂടുതൽ തോന്നാവുന്ന സമയമാണ്. ആ യാത്രകളിലൊക്കെ ഒരുപാട് ശ്രദ്ധിക്കുക. വീട്ടിലെ ജീവിത പങ്കാളിയായിട്ട് ചെറിയ കലഹങ്ങൾ ഉണ്ടാകുമെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകും. മക്കളൊക്കെ ആയിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, ജീവിത പങ്കാളിയായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. മാതാപിതാക്കളിൽ നിന്ന് ചില മനപ്രയാസങ്ങൾ, ഇതൊക്കെ ഇടവക്കൂറുകാർക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ചിങ്ങമാസം. അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഇനി അടുത്തത് മിഥുനക്കൂറുകാരുടെ കാര്യമാണ്. ചിങ്ങമാസത്തെ ഫലം ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 16 വരെയാണ് ചിങ്ങമാസം. മകീരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര പുണർന്നത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗമാണ് മിഥുനക്കൂറ്. തൊഴിൽ രംഗത്ത് അനുകൂലമായ സമയമാണ്. മറ്റുള്ളവരുടെ അംഗീകാരങ്ങൾ, സ്ഥാനക്കയറ്റം ഇതൊക്കെ ലഭിക്കാവുന്ന സമയമാണ്. ധനപരമായ കാര്യങ്ങളിൽ ചെറിയ നേട്ടങ്ങൾ ഉണ്ടാക്കാം. വീടുമായി ബന്ധപ്പെട്ട് വാങ്ങാൻ അല്ലെങ്കിൽ മൂടി പിടിപ്പിക്കാനൊക്കെ പറ്റിയ സമയമാണ്. ശത്രുക്കളൊക്കെ മിത്രങ്ങളാകാം. എങ്കിലും എപ്പോഴും ഒരു ഉത്കണ്ഠയും ഭയവും ഇവരെയും എപ്പോഴും പിന്തുടർന്നുകൊണ്ടിരിക്കും. വിവാഹ കാര്യങ്ങളിൽ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടാകാം. മാതാപിതാക്കളിൽ
മാതാവിന് ചില പ്രയാസങ്ങൾ ഉണ്ടാകും, ആരോഗ്യകാര്യത്തിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതിയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. എങ്കിലും മിഥുനക്കൂറുകാരുടെ മക്കളിൽ നിന്ന് ചില പ്രയാസങ്ങൾ അനുഭവിക്കാവുന്ന സമയം കൂടി ആയതിനാൽ ശ്രദ്ധിക്കുക. കുടുംബത്തിൽ പൊതുവെ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും. യാത്രാകാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ ആലോചിച്ച് വച്ചിരിക്കുന്ന യാത്രകളൊക്കെ അല്ലെങ്കിൽ തീരുമാനിച്ച് വച്ചിരിക്കുന്ന യാത്രകളൊക്കെ മാറ്റി വയ്ക്കേണ്ടതായിട്ട് വരാം. അടുത്തത് കർക്കിടകക്കൂറുകാരുടെ ഫലമാണ്. പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രക്കാരാണ് കർക്കിടകക്കൂറ്. അവർക്ക് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 16 വരെയുള്ള സമയം. ഞാൻ കാർത്തികയൊക്കെ പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. മേടക്കൂറ് ഇടവക്കൂറിലൊക്കെയാണ് കാർത്തിക വരിക. ഇനി അടുത്ത കർക്കിടകക്കൂറാണ്. പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം പൂയമായില്യം നക്ഷത്രക്കാരാണ് കർക്കിടകക്കൂറ്. അവർക്ക് ഈ ചിങ്ങമാസ ഫലം, അതായത് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 16 വരെയുള്ള സമയത്ത് തൊഴിൽ രംഗത്ത് ഗുണമാണ്. പല നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയും. മനസ്സിന് ഒരു ഉന്മേഷം ഉണ്ടാവും, ഒരു ധൈര്യം ഉണ്ടാവും. പല കാര്യങ്ങളും ഏറ്റെടുത്ത് സൂക്ഷ്മതയോടെ ചെയ്യാൻ കഴിയും. സാമ്പത്തിക കാര്യങ്ങളാണെങ്കിലും വലിയ പ്രയാസമില്ലാതെ നടന്നു പോകും. എങ്കിലും ആരോഗ്യകാര്യത്തിലെ ചില പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്ന സമയമാണ്. സുഹൃത്ത് ബന്ധങ്ങളെ സൂക്ഷിക്കുക. അനുകൂലമല്ലാത്ത സുഹൃത്ത് ബന്ധങ്ങൾ മൂലം അപമാന അപകീർത്തിയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ബന്ധുക്കളൊക്കെ ആയിട്ട് കലഹത്തിനുള്ള സമയമാണ്, അതൊക്കെ ശ്രദ്ധിക്കുക. ശത്രുക്കൾ മൂലമുള്ള ഉപദ്രവങ്ങൾ തൊഴിൽ രംഗത്തും എല്ലാ രംഗത്തും ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് കർക്കിടകക്കൂറുകാർക്ക് ഈ ചിങ്ങമാസത്തിൽ. അത് ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ ചില തടസ്സങ്ങൾ, ചില പ്രയാസങ്ങൾ ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് അത് വിദ്യാഭ്യാസ സ്ഥാപനത്തിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ പറ്റുന്ന സമയമാണ്, അത് ശ്രദ്ധിക്കുക. ഭൂമി സംബന്ധമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ്. യാത്രകളിൽ ലഭിക്കുന്ന ചില സുഹൃത്ത് ബന്ധങ്ങളെ അമിതമായ ആത്മവിശ്വാസത്തോടെ സമീപിക്കാതിരിക്കുക. യാത്രകളൊക്കെ ചെയ്യുമ്പോൾ ചില സുഹൃത്തുക്കളെ കിട്ടും. ആ സുഹൃത്തുക്കളെ അകമഴിഞ്ഞ് വിശ്വസിക്കാതിരിക്കുക എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം അവരിൽ നിന്ന് ചില പ്രയാസങ്ങളൊക്കെ അനുഭവിക്കാൻ യോഗമുള്ള സമയമാണ് കർക്കിടകക്കൂറുകാർക്ക്. മക്കളിൽ നിന്ന് സന്തോഷം, സമാധാനം ഒക്കെ ലഭിക്കും, അംഗീകാരം ഒക്കെ ലഭിക്കാവുന്ന സമയമാണ്. എങ്കിലും കുടുംബത്തിൽ ചില കലഹങ്ങൾക്കും സാധ്യതയുള്ള സമയമായതിനാൽ ശ്രദ്ധിക്കുക. വിവാഹ കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ കർക്കിടകക്കൂറുകാർക്കുണ്ടാകാം. എങ്കിലും മാതാപിതാക്കളൊക്കെ കർക്കിടകക്കൂറുകാർക്ക് അനുകൂലമായിരിക്കും. ഇനി അടുത്തത് ചിങ്ങക്കൂറുകാരുടെ ചിങ്ങമാസത്തെ ഫലം. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ചിങ്ങക്കൂറ്. അവർക്ക് ഈ ചിങ്ങമാസം, അതായത് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 16 വരെയുള്ള സമയം. തൊഴിൽ രംഗത്ത് ശ്രദ്ധിക്കുക. ഉന്നതരുമായിട്ട് അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരൊക്കെ ആയിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങൾ ഒക്കെ ഉണ്ടാകാവുന്ന ഒരു മാസമാണ്. പല കാര്യങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടാകാം. മനോവിഷമങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ട് ചിങ്ങക്കൂറുകാർക്ക്. ആരോഗ്യകാര്യവും അത്ര അനുകൂലമല്ല. പിന്നെ ആവശ്യമില്ലാത്ത അനാവശ്യ ചിലവുകൾ വന്നു ചേരും. ധനനഷ്ടം, അതുമൂലം ധനനഷ്ടമുണ്ടാകും. ഭരണാധികാരികളൊക്കെ ആയിട്ട് ആവശ്യമില്ലാത്ത കലഹങ്ങൾ, അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. യാത്രാവേളകളിൽ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ പണം അല്ലെങ്കിൽ ധനം നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് അപമാനം, അപകീർത്തി, പേരുദോഷമൊക്കെ വരുത്തി വയ്ക്കാവുന്ന സമയമാണ്. അതുകൊണ്ട് അവരവരുടെ കാര്യം നോക്കി ജീവിക്കുക.
വിദ്യാർത്ഥികൾക്കാണെങ്കിലും പല കാര്യത്തിലും തടസ്സങ്ങളുണ്ടാകും. കൂട്ടുകാരിൽ നിന്ന് ചില തിക്താനുഭവങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുകൂലമല്ലാത്ത അവസ്ഥ, ഇതൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. നിങ്ങൾക്ക് ഈ സമയത്ത് പലരിൽ നിന്നും പല സഹായ വാഗ്ദാനങ്ങളും ലഭിക്കും. ആ വാഗ്ദാനങ്ങളൊക്കെ സ്വീകരിക്കാതിരിക്കുക. ഇപ്പോൾ വാഗ്ദാനങ്ങൾ നിങ്ങൾ തിരിച്ച് കൊടുക്കാതിരിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ അതുമൂലം ഇനി ഭാവിയിൽ കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരും. സുഹൃത്തുക്കൾ ചില സഹായ വാഗ്ദാനങ്ങൾ നൽകും, ബന്ധുക്കൾ ചില സഹായ വാഗ്ദാനങ്ങൾ നൽകും. അതൊക്കെ സ്വീകരിക്കാതിരിക്കുക തൽക്കാലം. പിന്നെ ഒരു വാഗ്ദാനവും തിരിച്ച് നൽകാതിരിക്കുക. അതാണിപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്. മക്കളിൽ നിന്ന് ചില അധിക ചിലവുകൾ വരാം. അതുമൂലം സാമ്പത്തിക കാര്യങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കാം. ഇതൊക്കെ ചിങ്ങക്കൂറുകാർക്കുള്ള കാര്യമാണ്. മക്കൾക്ക് വേണ്ടിയിട്ട് ധനം കൂടുതൽ ചിലവഴിക്കേണ്ടി വരുന്ന സമയമാണ്. കുടുംബജീവിതത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ മറ്റുള്ളിടത്ത് ബാധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വിവാഹ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നത് അവർക്ക് തീരുമാനങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ്. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കുക. മാതാപിതാക്കൾ ഇവർക്ക് അനുകൂലമായിരിക്കും. അടുത്ത കന്യക്കൂറുകാരുടെ ചിങ്ങമാസത്തെ ഫലങ്ങൾ. ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 16 വരെയുള്ള ചിങ്ങമാസം. ഉത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയാണ് കന്യക്കൂറ്. അവർക്ക് മാനസികമായിട്ടൊരു വിഷമം അനുഭവിക്കേണ്ടി വരുന്ന സമയമാണ്. യാത്രകൾ ചെയ്യുന്നവർക്ക് പലവിധ തടസ്സങ്ങൾ ഇതൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. കാര്യങ്ങളിൽ തടസ്സങ്ങൾ, പ്രയോജനക്കുറവ്, ഇതൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് ഈ ചിങ്ങമാസം കന്യക്കൂറുകാർക്ക്. തൊഴിൽ രംഗത്താണെങ്കിൽ പുരോഗതിക്ക് തടസ്സം, പ്രവർത്തനങ്ങളിൽ മന്ദത, ഇതൊക്കെ അനുഭവപ്പെടുന്ന സമയമാണ്. മറ്റുള്ളവരൊക്കെ ആയിട്ട് കലഹത്തിനും സാധ്യതയുള്ള സമയമാണ് തൊഴിൽ രംഗത്ത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. പിന്നെ എല്ലാ കാര്യത്തിലും ഒരു അധിക ചിലവ് കന്യക്കൂറുകാർക്ക് വന്നു പെടുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ധനപരമായ കാര്യങ്ങൾ അത്ര ശുഭമായിരിക്കില്ല എങ്കിലും വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. കൊടുക്കൽ വാങ്ങലൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. കാരണം ശത്രുക്കൾ മൂലം പല പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരുന്ന സമയമാണ്. വേണ്ടപ്പെട്ടവരെ സ്വജനങ്ങൾ തക്ക ശത്രുക്കളാകുന്ന സമയമാണ്. അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമല്ല. കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് മറ്റുള്ളവരുടെ ഇടപെടലുകൾ ഒഴിവാക്കുക. മാതാപിതാക്കൾ അനുകൂലമായിരിക്കും. പൂർവിക സ്വത്ത് കിട്ടാനുള്ള സമയമാണ്. ജാതകത്തിലും കൂടി യോഗം ഉണ്ടെങ്കിൽ പൂർവിക സ്വത്തൊക്കെ കിട്ടാവുന്ന ഒരു സമയമാണ്. ആരോഗ്യകാര്യം വലിയ പ്രശ്നങ്ങൾ കന്യക്കൂറുകാർക്ക് ഉണ്ടാവില്ല. വിവാഹ കാര്യങ്ങൾ ചെറിയ തടസ്സങ്ങളും വന്ന് ഭവിക്കാവുന്ന സമയമാണ്. അടുത്തത് തുലാക്കൂറുകാരുടെ ചിങ്ങമാസത്തെ ഫലങ്ങൾ. ചിത്തിരയുടെ അവസാന പകുതി, ചോതി വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗമാണ് തുലാക്കൂറ്. അവർക്ക് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 16 വരെയുള്ള സമയം. തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന സമയം, പുരോഗതി ഒക്കെ ഉണ്ടാകുന്ന സമയം. എങ്കിലും മാനസികമായ ചില പ്രയാസങ്ങളും തൊഴിൽ രംഗത്ത് അനുഭവിക്കേണ്ടി വരും. ധനപരമായിട്ട് അനുകൂലമാണ്. കടങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും. ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. അനുകൂല സ്ഥിതി അല്ല. എപ്പോഴും മാനസിക ഒരു ദുഃഖം അനുഭവിക്കേണ്ടി വരുന്ന ഒരു സമയമാണ്. അകാരണമായിട്ടുള്ളൊരു മാനസിക വിഷമം അല്ലെങ്കിൽ മാനസിക പ്രയാസം അനുഭവിക്കേണ്ടി വരുന്ന ഒരു മാസമാണ്. ബന്ധുജനങ്ങളൊക്കെ ആയിട്ട് കലഹങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇതൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് തുലാക്കൂറുകാർക്ക്. അതുകൊണ്ട് തന്നെ വാക്കുകൾ, പ്രവൃത്തികൾ ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. സംസാരം വളരെയധികം കുറയ്ക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. മറ്റുള്ളവരുടെ സംസാരം കുറയ്ക്കുക. തുലാക്കൂറുകാർ ചെയ്യേണ്ടത് അതൊക്കെയാണ്.
വാഹനം, ഭൂമി ഇതൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു സമയമാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. വിദ്യാകാര്യങ്ങളിൽ പുതിയ അവസരങ്ങൾ വന്നു ചേരാം അവർക്ക്. കുടുംബ ബന്ധങ്ങളിൽ ചില വിള്ളലുകൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ സംസാരം, വാക്ക്, പ്രവൃത്തിയൊക്കെ പെട്ടെന്ന് എടുത്തു ചാടിയുള്ള സംസാരം, നമ്മുടെ വാക്കുകൾ, ക്രൂരമായ വാക്കുകൾ, ഇതൊക്കെ കുടുംബജീവിതത്തിൽ സ്വജനങ്ങളുടെ ഇടയിലൊക്കെ ചില വിള്ളലുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന സമയമാണ്. അത് ശ്രദ്ധിക്കുക. ജീവിത പങ്കാളിയായിട്ട് അകന്നു നിൽക്കാൻ സാധ്യതയുള്ള സമയമാണ്. മക്കൾ സ്ഥാനീയരുമായിട്ട് അല്ലെങ്കിൽ മക്കളും ഒക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. എങ്കിലും മാതാപിതാക്കൾ ഇവർക്ക് അനുകൂലമായിരിക്കും. അവരിൽ നിന്ന് ചില സഹായങ്ങളും തുലാക്കൂറുകാർക്ക് കിട്ടും. വിവാഹാദി കാര്യങ്ങളിൽ ഇവർക്കും ചില തടസ്സങ്ങളൊക്കെ നേടേണ്ടി വരും. അടുത്തത് വൃശ്ചികക്കൂറുകാരുടെ കാര്യമാണ്. ചിങ്ങമാസത്തെ ഫലം. ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 16 വരെയുള്ള വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ടയാണ് വൃശ്ചികക്കൂറ്. ഇവർക്ക് എല്ലാ കാര്യത്തിലും അലസത, മടി ഇതൊക്കെ വർദ്ധിക്കുന്ന സമയമാണ്. തൊഴിൽ തടസ്സങ്ങൾ, തൊഴിൽ നഷ്ടങ്ങൾ, തൊഴിൽ സ്ഥാനമാറ്റങ്ങൾ, തൊഴിൽ രംഗത്തെ കലഹങ്ങൾ, തർക്കങ്ങൾ ഇതൊക്കെ വൃശ്ചികക്കൂറുകാർ പ്രതീക്ഷിച്ച് ചിങ്ങമാസത്തിൽ മുന്നോട്ട് പോകണം. എല്ലാ കാര്യങ്ങളിലും ഏർപ്പെടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് തൊഴിൽ രംഗത്ത് സ്വജനങ്ങളുടെ ഇടയിൽ ഒക്കെ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. എടുത്തു ചാടി ആലോചിക്കാതെയുള്ള പ്രവൃത്തികൾ ഒഴിവാക്കുക. ധനപരമായ കാര്യങ്ങളൊക്കെ അനുകൂലമാണ്. ആരോഗ്യകാര്യത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അനുഭവപ്പെടും. സുഹൃത്തുക്കൾ മൂലം പലവിധ പ്രയാസങ്ങൾ, കലഹങ്ങൾ ഒക്കെ ഉണ്ടാകും. അനുകൂലമല്ലാത്ത സുഹൃത്ത് ബന്ധങ്ങളും വന്നു ചേരാവുന്ന സമയമാണ്. യാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അനുകൂലമായ പുതിയ അവസരങ്ങൾ ലഭിക്കാവുന്ന സമയമാണ്. കുടുംബത്തിൽ പൊതുവെ ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ലഭിക്കും. ജീവിത പങ്കാളിയുടെ സഹായം ഒക്കെ ലഭിക്കാവുന്ന, എല്ലാ കാര്യത്തിലും ലഭിക്കാവുന്ന, അല്ലെങ്കിൽ ഒരു ഉപദേശമൊക്കെ എല്ലാ കാര്യത്തിലും ലഭിക്കാവുന്ന സമയമാണ്. മക്കൾ മൂലം ചില അപ്രതീക്ഷിത നേട്ടങ്ങളും പ്രതീക്ഷിക്കണം. മാതാപിതാക്കളുടെ ആരോഗ്യനില, പ്രത്യേകിച്ച് മാതാവിൻ്റെ ആരോഗ്യനില അത്ര അനുകൂലമായിരിക്കില്ല. അടുത്തത് ധനുക്കൂറുകാരുടെ ചിങ്ങമാസത്തെ ഫലങ്ങൾ. ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 16 വരെ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ധനുക്കൂറ്. തൊഴിൽ രംഗത്താണെങ്കിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ നേടേണ്ടി വരും. അപ്രതീക്ഷിത ധനലാഭ സാധ്യത കണ്ട് സാമ്പത്തിക കാര്യങ്ങൾ, അപ്രതീക്ഷിത ധനലാഭമുണ്ട്. അപ്പോൾ അത് മൂലം സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഒരു പരിധി വരെ നടന്നു കിട്ടുകയും ധനുക്കൂറുകാർക്ക് ചെയ്യും. പിന്നെ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, സർക്കാർ ഇടപെടലുകൾ പല കാര്യത്തിലുണ്ടാവും. പിന്നെ ഈ ലോണൊക്കെ എടുത്തിരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. സർക്കാരിൻ്റെ ഇടപെടലുകളൊക്കെ ഉണ്ടാകാവുന്ന ഒരു സമയമാണ് ധനുക്കൂറുകാർക്ക്. പിന്നെ അപകടങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന സമയമാണ്. എപ്പോഴും ഒരു മാനസിക വിഷമം അനുഭവിക്കേണ്ടി വരും. ശത്രുക്കളായിരുന്നവർ മിത്രങ്ങളായി തീരുന്ന സമയമാണ്. നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ധനുക്കൂറുകാർക്ക് ലഭിക്കും. ജീവിത പങ്കാളിയിൽ നിന്ന് സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവപ്പെടും. വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ വിദേശത്ത് കഴിയുന്നവർക്ക് വിദേശവാസവുമായി ബന്ധപ്പെട്ട് ഗുണമാണ്. വിദേശത്തുള്ളവർക്ക് നാട്ടിലേക്ക് വരാനും നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പോകാനൊക്കെ പറ്റിയ സമയമാണ്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഉപരിപഠനത്തിന് സാധ്യതയുള്ള സമയമാണ്. ബന്ധുജനങ്ങൾ, സ്വജനങ്ങൾ എന്നിവർ ശത്രുതാ മനോഭാവത്തോടെ പെരുമാറാൻ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ധനുക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. മക്കളിൽ നിന്ന് ചെറിയ ധനനഷ്ടം ഉണ്ടാകും. എങ്കിലും സന്തോഷകരമായ അനുഭവങ്ങളും മക്കളിൽ നിന്ന് ലഭിക്കാവുന്ന സമയം കൂടിയാണ്. മാതാപിതാക്കളൊക്കെ ആയിട്ട്, പ്രത്യേകിച്ച്
പിതാവ് സംബന്ധമായിട്ട് അല്ലെങ്കിൽ പിതാവിൻ്റെ ആൾക്കാരൊക്കെ ആയിട്ട് അല്ലെങ്കിൽ പിതാവുമായിട്ടൊക്കെ കലഹങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ് ചിങ്ങമാസത്തിൽ ധനുക്കൂറുകാർക്ക്. അതുകൊണ്ട് വാക്കുകൾ പ്രവൃത്തികളൊക്കെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. യാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പരിധിവരെ സഫലമാകും. വിവാഹാദി കാര്യങ്ങളിൽ അനുകൂലമായ സമയമാണ്. അടുത്തത് മകരക്കൂറുകാരുടെ ചിങ്ങമാസത്തെ ഫലം. ഉത്രാടത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയാണ് മകരക്കൂറ്. അവർക്ക് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 16 വരെയുള്ള ചിങ്ങമാസത്തെ ഫലങ്ങൾ. തൊഴിൽ രംഗത്താണെങ്കിൽ അനുകൂലമല്ലാത്ത ചില പ്രവണതകൾ ഉണ്ടാകും. ധനപരമായ കാര്യങ്ങളിലൊക്കെ ഒരു പരിധി വരെയൊക്കെ നടക്കും. ധനനേട്ടം ഉണ്ടാക്കാൻ പറ്റുന്ന സമയമൊക്കെയാണ്. ഒരു പരിധി വരെയൊക്കെ ധനപരമായ കാര്യങ്ങളിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എങ്കിലും തൊഴിൽ രംഗത്ത് അനുകൂലമല്ലാത്ത അല്ലെങ്കിൽ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളൊക്കെ നടക്കാം. കുറേ നാളായിട്ട് മാനസിക വിഷമം അനുഭവിക്കുന്ന ചില കാര്യങ്ങൾക്ക് പരിഹാരങ്ങൾ ഉണ്ടാകും. എങ്കിലും ശത്രുക്കൾ മൂലമുള്ള ഉപദ്രവങ്ങൾ തൊഴിൽ രംഗത്തായാലും എവിടെയും പ്രതീക്ഷിക്കുക. മേലാധികാരികളൊക്കെ നമ്മളോട് ക്രൂരമായിട്ട് പെരുമാറാൻ സാധ്യതയുള്ള സമയമാണ്. ജന്മദേശം വിട്ട് സഞ്ചരിക്കാൻ യോഗമുള്ള സമയമാണ്. പൊതുപ്രവർത്തനങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. മാതാപിതാക്കൾക്ക്, പ്രത്യേകിച്ച് മാതാവിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. ഭൂമി, വാഹനം എന്നിവ വാങ്ങാൻ പറ്റുന്ന സമയമാണ്. വീട്ടിലാണെങ്കിൽ, കുടുംബത്തിലാണെങ്കിൽ ജീവിത പങ്കാളിയായിട്ടൊന്ന് അകന്നു നിൽക്കുക. ഇതിനൊക്കെ യോഗമുള്ള സമയമാണ്. മക്കളൊക്കെ ആയിട്ട് ചില കലഹങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ് മകരക്കൂറുകാർക്ക്. വിവാഹാദി കാര്യങ്ങൾ ആലോചിക്കുന്നവർക്കൊരു മന്ദത അനുഭവപ്പെടാൻ ഉള്ള സമയമാണ്. യാത്രാ കാര്യങ്ങളിൽ ചില തടസ്സങ്ങളും മകരക്കൂറുകാർക്ക് നേടേണ്ടി വരും. അടുത്തത് കുംഭക്കൂറാണ്. ചിങ്ങമാസത്തെ ഫലങ്ങൾ. ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 16 വരെയുള്ള അവിട്ടം അവസാന പകുതി, ചതയം പുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗം, ഇതാണ് കുംഭക്കൂറ്. തൊഴിൽപരമായിട്ട് ചില മാറ്റങ്ങൾ ഉണ്ടാകാം. തൊഴിൽ രംഗത്ത് ചില തർക്കങ്ങൾ പ്രതീക്ഷിക്കണം. സാമ്പത്തിക രംഗത്ത് പ്രയാസങ്ങൾ അനുഭവപ്പെടും. ധനപരമായ നഷ്ടങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ട്. ആരോഗ്യപരമായ കാര്യങ്ങളിലും അത്ര അനുകൂലമായിരിക്കില്ല കുംഭക്കൂറുകാർക്ക്. അപകടങ്ങൾ, അതായത് ഒടിവ്, ചതവ് മുതലായവയൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. യാത്രകൾ ചെയ്യാൻ പറ്റും. എന്നാൽ യാത്രകളിൽ ധനനഷ്ടം അത് ഉണ്ടാവും. ബന്ധുക്കൾ, വേണ്ടപ്പെട്ടവർ, സുഹൃത്തുക്കൾ ഒക്കെ ആയിട്ട് കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എടുത്തു ചാടി സംസാരിക്കാതിരിക്കുക, എടുത്തു ചാടി പ്രവർത്തിക്കാതിരിക്കുക. വിദേശ തൊഴിൽ ചെയ്യുന്നവർക്ക് ചില മാറ്റങ്ങൾ തൊഴിലിൽ പ്രതീക്ഷിക്കുക. വിവാഹാദി കാര്യങ്ങൾ ആലോചിക്കാൻ അനുകൂലമായ സമയമാണ്. മക്കളിൽ നിന്ന് സാമ്പത്തിക നേട്ടങ്ങൾ കുടുംബത്തിലുണ്ടാകും. ജീവിത പങ്കാളിയായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളും കുടുംബത്തിലുണ്ടാകും. മാതാപിതാക്കളും കുംഭക്കൂറുകാർക്ക് അത്ര അനുകൂലമായിരിക്കില്ല. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി വളരെ ശ്രദ്ധിച്ച് നമ്മുടെ വാക്കും പ്രവൃത്തിയൊക്കെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഒരു പരിധി വരെ നമുക്ക് പല കാര്യങ്ങളും ഒഴിവാക്കാൻ സാധിക്കും. അടുത്തത് മീനക്കൂറുകാരുടെ ചിങ്ങമാസത്തെ ഫലങ്ങൾ. ഉരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതിയാണ് മീനക്കൂറ്. ഈ ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 16 വരെയുള്ള സമയത്ത് തൊഴിൽ രംഗത്ത് നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന സമയമാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ ധനനേട്ടമൊക്കെ ഉണ്ടാക്കാം. ധനപരമായ കാര്യങ്ങൾക്കും അനുകൂലമായ സമയമാണ് മീനക്കൂറുകാർക്ക്. വിദേശ പഠന കാര്യത്തിന് അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ കാര്യത്തിന് ഒക്കെ അനുകൂലമായ സമയമാണ്. എങ്കിലും ശത്രുക്കൾ മൂലം ചില പ്രയാസങ്ങൾ അനുഭവിക്കും. മിത്രങ്ങൾ, സഹോദരസ്ഥാനീയർ എന്നിവരൊക്കെ ശത്രുക്കളായി തീരുന്ന ഒരു സമയമാണ്.
കുടുംബജീവിതത്തിലാണെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. ജീവിത പങ്കാളിയൊക്കെ ആയിട്ട് അകന്നു നിൽക്കാൻ യോഗമുള്ള സമയമാണ്. വിദേശ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ വിദേശ തൊഴിൽ നേടാൻ വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന സമയമാണ്. മാതാപിതാക്കളൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. മക്കളിൽ നിന്ന് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പല യാത്രകളിലും തടസ്സങ്ങൾ നേരിടും. ശത്രുക്കൾ മൂലം ചില പ്രയാസങ്ങൾ അനുഭവിക്കും. ഇതൊക്കെ മീനക്കൂറുകാർക്ക് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ശ്രദ്ധിക്കുക. വിവാഹ കാര്യങ്ങളിലെ ചില തടസ്സങ്ങൾ, ആരോഗ്യ കാര്യങ്ങൾ കുറേയൊക്കെ മെച്ചപ്പെടും ചിങ്ങമാസത്തെങ്കിലും ആരോഗ്യപരമായിട്ട് അവർക്ക് ഇപ്പോൾ അനുകൂലമായ സമയമല്ല. അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഇതൊരിക്കലും അപ്പോൾ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ചിങ്ങമാസത്തെ ഫലമാണ് ഞാൻ പറഞ്ഞത്. നക്ഷത്രവുമായി ആസ്പദമാക്കി ചാരവശാലുള്ള വേദാദി ദോഷങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഫലം അതറിഞ്ഞ് കേൾക്കുക. എല്ലാ നക്ഷത്രത്തെക്കുറിച്ചും ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പൂരുരുട്ടാതി ഉത്രാടം ഒക്കെ പറഞ്ഞിട്ടുണ്ട്, കേൾക്കുക. അപ്പോൾ അതറിഞ്ഞ് കേൾക്കുക. ഇതൊരിക്കലും ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള ഫലമല്ല, അതും മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.